തുടങ്ങിക്കോ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലഹുൽ ഹംദുൽ ഹസൻ വസനാഉൽ ജമീൽ വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഈ ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പ വഴിയിലെ യൂണിറ്റ് 8 കടക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ എന്ന് എല്ലാവരും മനസ്സിൽ കരുതുക, നിയത്തൊന്ന് പുതുക്കുക. ഒപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും പറയുക. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ സൂറത്ത് നസ്റിലേക്കാണ് പോകുന്നത്. സൂറത്ത് നസ്ർ മദീനയിൽ അവതരിച്ചത് 110-ാം സൂറ. സൂറത്ത് നസ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് ഓരോ ആയത്തുകളിലൂടെ കടക്കുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. എന്താണ് അവതരണ സന്ദർഭം എന്നുള്ളതെല്ലാം. ഓക്കെ, അപ്പൊ സൂറയിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح. إذا جاء വന്നു. إذا جاء വന്നാൽ. നസ്റുല്ലാഹി, എന്താണ് നസ്റുല്ലാഹി? അള്ളാഹുവിന്റെ സഹായം. പിന്നെന്താണ് വൽ ഫത്ഹ്, വിജയവും. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സൂറത്ത് അവതരിക്കുന്നത് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്, മരണത്തിന് അല്പം മുമ്പായി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ സഹായവും വിജയവും എന്ന് പറഞ്ഞ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ദൗത്യ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 23 വർഷം ത്യാഗനിബിഡമായ, അല്ലെ, ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ദീനിനു വേണ്ടി, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അല്ലെ വിജയിക്കാൻ വേണ്ടിയിട്ട്, അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമങ്ങളൊക്കെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, അവന്റെ ദീനിനെ അള്ളാഹു സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. അങ്ങനെ ആ സത്യമതത്തിനെതിരിൽ ആരെല്ലാം വിരുദ്ധ ശക്തികളായി നിലകൊണ്ടുവോ അവരെല്ലാം മല പോലെ വന്ന് മഞ്ഞ് പോലെ നീങ്ങിപ്പോയി എന്നാണ്. കാരണം അത്രയ്ക്ക് ത്യാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശ്രമം എന്നുള്ളത്. വിഗ്രഹങ്ങളും മറ്റു ആരാധനകളും കൊണ്ട് നിറഞ്ഞ, അഴിമതിയും ദുരാചാരങ്ങളും അനാചാരങ്ങളും എല്ലാം കൊണ്ട് കൂത്തരങ്ങായിരുന്ന അറേബ്യ ഭൂഖണ്ഡത്തെ അവിടെ ഇസ്ലാമിന്റെ പതാക, അതായത് അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക നാട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ ആയിരുന്നു, അല്ലെ. അതായത് ചുരുക്കി പറഞ്ഞാല് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് നടന്ന ഒരു ജനതയെ, എങ്ങനെ ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ച് നടന്ന ഒരു ജനതയെ, അറേബ്യൻ ജനത എന്ന് പറഞ്ഞാല് യാതൊരു സംസ്കാരവും ഇല്ല, അല്ലെ. ഭയങ്കര അനാചാരങ്ങളായിരുന്നു, ബഹുദൈവ ആരാധനകളായിരുന്നു. കഅബയ്ക്ക് ചുറ്റും 360ഓളം വിഗ്രഹങ്ങളായിരുന്നു, അല്ലെ അവർക്ക്. അപ്പൊ അതിനെ എല്ലാം നിഷ്കാസനം ചെയ്തുകൊണ്ട് ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് നടന്ന ആ ജനതയെ ലോക സംസ്കാരത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? ഖുർആനിലൂടെ ആയിരുന്നു, അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ ആ ത്യാഗ പരിശ്രമങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ സഹായം, അതാണ് അള്ളാഹുവിന്റെ സഹായവും വിജയവും. വിജയം എന്ന് പറഞ്ഞാൽ മക്കം ഫത്ഹ്, മക്ക വിജയമാകുന്ന
വിജയങ്ങളുടെ വിജയം അത് കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ തുടരെ മദീനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. കേട്ടോ. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദുനിയാവിൽ വെച്ച് അവിടത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും കാണുന്നു. അപ്പൊ തുടർന്ന ആയത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞ എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തി എന്നാണ് കേട്ടോ. എത്തിക്കഴിഞ്ഞു. അപ്പൊ തുടർന്ന് എന്താ പറയുന്നത്? നീ കാണുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ കണ്ടു, നീ കാണുകയും ചെയ്താൽ ആരെ? അന്നാസ ജനങ്ങളെ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നവരായി. എവിടെ? ഫീ ദീനില്ലാഹി അഫ്വാജ. അപ്പൊ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി, ദീനിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നവരായി നീ കാണുകയും ചെയ്താൽ എന്ന് അള്ളാഹു പറയാണ്. എന്താണെന്ന് വഴിയെ പറഞ്ഞിട്ട് നിങ്ങളെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയിപ്പിക്കാവേ ഇൻഷാ അല്ലാഹ്. ആ പോയിന്റ് പറഞ്ഞോട്ടെ. അപ്പൊ എന്താണ്? നീ ജനങ്ങളെ കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിക്കുന്നതായി കാണുകയും ചെയ്താൽ, കേട്ടോ, കാണുകയും ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. അപ്പോൾ നീ നിന്റെ റബ്ബിനെ വാഴ്ത്തൂ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നിന്റെ രക്ഷിതാവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യൂ. ഒപ്പം വസ്തഗ്ഫിർഹു, നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യൂ. കാരണം എന്താ? ഇന്നഹു കാന തവ്വാബ. നിശ്ചയം അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. കാരണം ഈ സൂറത്തിന് മറ്റൊരു പേരൂടെ ഉണ്ട്. എന്താണ്? ഈ സൂറത്ത് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ, അതായത് തിരിച്ചു പോകാനുള്ള സമയമായി, അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള യാത്രയ്ക്ക് സമയമായി എന്നുള്ള ഒരു സൂചനയും കൂടിയാണ്. കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിൽ വരുന്നത് കണ്ടാൽ, അതായത് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്നാണ്? അപ്പൊ പൂർത്തിയായി കഴിഞ്ഞു, ദീന് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്, ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരികയാണ്. അപ്പോ അങ്ങനെ ആയാൽ നീ അള്ളാഹുവിന് കൂടുതൽ സ്തുതിക്കുകയും തസ്ബീഹും എന്താണ് സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയും ചെയ്യുക. കേട്ടോ. അപ്പൊ ഇതിലൂടെ, ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സൂറത്ത് മുഖേന അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരികെ വിളിക്കുന്ന ഒരു സൂചനയാണ്. കേട്ടോ. അഥവാ ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടുള്ള സൂചനയാണ് ഇതിനുള്ളത്. ഏത് യാത്ര? അള്ളാഹുലേക്കുള്ള മടക്കയാത്ര. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്ത് തൗദീഅ എന്നൊരു പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേര്? യാത്രയപ്പിന്റെ അധ്യായം. എന്താണ്? സൂറത്ത് തൗഈദ്. അപ്പൊ ഈ സൂറത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന്. അപ്പൊ ഈ സൂറത്തിന് സൂറത്ത് തൗദീഅ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേര് പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. കേട്ടോ. മാത്രമല്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നും പറയാറുണ്ട്, ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്നു. ഈ സൂറ അവതരിച്ചപ്പോൾ ഇതിലെ നിർദ്ദേശപ്രകാരം എന്താണ്? റുക്കൂലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂലും സുജൂദിലൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നും ചൊല്ലാറുണ്ടായിരുന്നു. അർത്ഥം എന്താണ്? ഞങ്ങളുടെ രക്ഷിതാവേ, അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്ക് ഞാൻ സ്തോത്ര കീർത്തനം ചെയ്യുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്ന് അവിടുത്തെ അവസാന കാലത്ത് ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം എപ്പോഴും റുക്കൂലും സുജൂദിലും ചൊല്ലാറുണ്ട് എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ സൂറയുടെ ഉള്ളടക്കം? ഓരോ ആയത്തായിട്ട് പറയാം, ഒന്നും കൂടെ അർത്ഥം പറയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്താണ് ഇദാ ജാഅ? എല്ലാരും ശ്രദ്ധിച്ചേ. എല്ലാരും കേൾക്കുന്നുണ്ടോ? മ്യൂട്ട് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ?
മ്യൂട്ട് മാറ്റാനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? റഷീദാണോ ഉള്ളത്? ആർക്കും മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെന്നാണോ? എല്ലാരും മ്യൂട്ടിലാണോ? പറയട്ടെ. ഓക്കെ. ഇദാ ജാ വന്നാൽ, ജാ വന്നു, ഇദാ ജാ വന്നാൽ. നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. വൽ ഫത്ഹ്, ഫതഹാണ് വിജയം കേട്ടോ. അപ്പൊ നസ്ർ സഹായം, ഫത്ഹ് വിജയം. നിങ്ങളുടെ ആരും ശബ്ദം കേൾക്കാത്തതുകൊണ്ട് എനിക്കൊരു പെർഫെക്ഷൻ ഇല്ല കേട്ടോ. എന്താണ്? മ്യൂട്ട് മാറ്റാനുള്ള സെറ്റപ്പ് ചെയ്ത് തന്നിട്ടില്ലേ? ഓക്കെ. അപ്പോ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. വന്നാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴാ സഹായം വിജയം നിങ്ങൾ നീ കാണുകയും ചെയ്താൽ. നീ കാണുകയും ചെയ്താൽ. എന്ത് കണ്ടാൽ? ജനങ്ങളെ, അന്നാസ യദ്ഖുലൂന, പ്രവേശിക്കുന്നവരായി, പ്രവേശിക്കുന്നവരായി. എവിടെ? ഫീ ദീനില്ലാഹി, അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ. ക്ലിയർ ആണോ? ഫീ ദീനില്ലാഹി അഫ്വാജ. അഫ്വാജ എന്താണ്? കൂട്ടം കൂട്ടമായി. ഫൗജുൻ കൂട്ടം, അഫ്വാജ കൂട്ടം കൂട്ടമായി. ഫീ ദീനില്ലാഹി അഫ്വാജ. ക്ലിയർ ആണോ എല്ലാവർക്കും? നീ കാണുകയും ചെയ്താൽ. ആരെ? ജനങ്ങളെ. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നവരായി. ഫീ ദീനില്ലാഹി, കണ്ടോ? ഫീ വന്നാല് ദീനി, ഫീ ദീനില്ലാഹി. ക്ലിയർ ആണോ? ഫീ ദീനില്ലാഹി, ഫീ വന്നപ്പോ ദീനി കസ്ര ചെയ്യപ്പെട്ടു. ഫീ ദീനില്ലാഹി, ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ. അഫ്വാജ കൂട്ടം കൂട്ടമായി. അപ്പൊ എന്ത് ചെയ്യണം? ഫസബ്ബിഹ്, നീ വാഴ്ത്തൂ. സബ്ബിഹ് എന്ന് പറഞ്ഞ എന്താണ്? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നതാണ് അല്ലെ. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. എന്താണ് ഹംദ്? അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്കൊരു വിജയം നമ്മുടെ ജീവിതത്തിലും ഇതൊരു പാഠമാണ്. നമുക്ക് എന്ത് വിജയവും സന്തോഷവും സഹായവും ഒക്കെ അള്ളാഹുവിന് കിട്ടിയാൽ നമ്മൾ എന്ത് പറയണം? അപ്പോഴല്ലാഹുവിനെ വാഴ്ത്തണം, പുകഴ്ത്തണം. പിന്നെ എന്ത് ചെയ്യണം? വസ്തഗ്ഫിറുഹു, റബ്ബിക, നിന്റെ രക്ഷിതാവിനെ നീ വാഴ്ത്തിയും പുകഴ്ത്തിയും സ്തുതിച്ചും കൊണ്ട്. വസ്തഗ്ഫിറുഹു, നമ്മൾ പഠിച്ചില്ലേ? വാ പ്ലസ് ഇസ്തഗ്ഫറ ആണ് കേട്ടോ. വസ്തഗ്ഫിറുഹു, അവനോട് നീ പാപമോചനം തേടുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു വംറഅത്തു എന്ന് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ? വംറഅത്തു, അതുപോലെ വസ്തഗ്ഫിറുഹു, അവനോട് നീ പാപമോചനം തേടുകയും ചെയ്യൂ എന്നാണ്. വാ പ്ലസ് ഇസ്തഗ്ഫിർ പ്ലസ് ഹു, വസ്തഗ്ഫിറുഹു. അപ്പൊ എന്താ അർത്ഥം? അവനോട് നീ പാപമോചനം തേടുകയും ചെയ്യൂ.
എന്താണ് പാപമോചനം തേടുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ പാപത്തെ മറച്ചു വെക്കാനും പുറത്തു തരാനും, അല്ലെ? പകരം പാപങ്ങൾക്കെല്ലാം നന്മയാക്കി തരാനും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, അല്ലെ? വസ്തഗ്ഫിറുഹു, പിന്നെന്താണ്? ഇന്നഹു കാന, തീർച്ചയായും ഇന്നഹു, നിശ്ചയമായും അവൻ, കാന തവ്വാബ, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. കണ്ട, കാന ആയി എന്നാണ് ഇവിടെ, അള്ളാഹു ആകുന്നു. അള്ളാഹു എന്താകുന്നു? തവ്വാബ, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നമ്മൾ തവ്വാബ് എന്ന് പറയലേ, നമ്മള് പാപങ്ങള് പൊറുക്കാൻ വേണ്ടി നമ്മൾ തേടുന്നു, പക്ഷെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നമ്മൾ പശ്ചാത്താപം തേടിക്കൊണ്ടേയിരിക്കും, പക്ഷെ അള്ളാഹു അത് സ്വീകരിച്ച് പുറത്തു തരുന്നവനാണ്. തവ്വാബ, നിശ്ചയമായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. അപ്പം ഒരാള് ഇത് അർത്ഥം പറയിക്കണം എന്നുണ്ട് കേട്ടോ, പക്ഷെ നിങ്ങൾ മ്യൂട്ടാണല്ലോ, എങ്ങനെ പറയിക്കും? ഫസബ്ബിഹ്, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫ, അപ്പോൾ, സബ്ബിഹ്, നീ വാഴ്ത്തു. എന്താണ് സബ്ബിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. അതായത് അള്ളാഹുവിന് ഒരു കുറവുമില്ല എന്ന്, യാതൊരു കുറവുമില്ലാത്ത പരിശുദ്ധനാണ്, പരിപൂർണനാണ് എന്ന് നമ്മൾ പറയലാണ് സബ്ബിഹ്. അതാണ് സുബ്ഹാനല്ലാഹ്. തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക, അല്ലെ? പിന്നെന്താണ്? ഹംദ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പൂർണ്ണതയെ നമ്മൾ പ്രഖ്യാപിക്കുക. അള്ളാഹു പരിപൂർണനാണ്, എല്ലാത്തിനും എല്ലാം തികഞ്ഞവനാണ്. അള്ളാഹു ഗനിയാണ്, അല്ലെ? അള്ളാഹു പരിപൂർണ, എല്ലാം തികഞ്ഞവനാണ്. അള്ളാഹു ഖദീറാണ്, എല്ലാം എല്ലാത്തിനും കഴിവുള്ളവനാണ്, അല്ലെ? അള്ളാഹു സ്വമദാണ്. അപ്പൊ അങ്ങനെ എല്ലാ പൂർണ്ണതകളും, എല്ലാ ഹംദും അള്ളാഹുവിനാണ് എന്ന് നമ്മള് പ്രഖ്യാപിക്കലാണ്, അല്ലെ? അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ പറയും, ഖുറാനിൽ പറഞ്ഞല്ലേ, കബ്ബിർഹു തക്ബീറ. എന്താണ്? അള്ളാഹുവിന്റെ എന്താണ്? അള്ളാഹുവിനെ ഏറ്റവും ഉയർന്നതാണ്, ഉന്നതനാണ്, ഏറ്റവും മഹാനാണ്, ഉന്നതനാണ്, അല്ലെ? അള്ളാഹു അക്ബർ, ഏറ്റവും വലിയവനാണെന്ന് പ്രഖ്യാപിക്കലാണ് തക്ബീർ ചൊല്ലുക എന്ന് പറയുമ്പോൾ. പിന്നെന്താണ്? തഹ്ലീൽ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല നമ്മള് പ്രഖ്യാപിക്കലാണ്. അപ്പോ ഇങ്ങനെ ഓരോന്നിലൂടെയും അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ പരിപൂർണതയെ, അള്ളാഹുവിന്റെ പരിശുദ്ധയെ വാഴ്ത്തലാണ്, അല്ലെ? പിന്നെ എന്താണ്? ഹസ്ബല എന്ന് പറഞ്ഞ എന്താണ്? ഹസ്ബി അള്ളാഹ് എന്ന് ചൊല്ലലാണ്, അല്ലെ? അള്ളാഹു എനിക്ക് മതി, എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ റബ്ബ് മതി. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത, അതെന്താണ്? ഹൗഖല എന്ന് പറയല്ലേ. യാതൊരു കഴിവും ശക്തിയും അള്ളാഹു അല്ലാതെ ഒരാൾക്കുമില്ല. എല്ലാ കഴിവും സഹായവും അള്ളാഹുവിന്റെ ശക്തിയും സഹായം കൂടാതെ നമുക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹംദും തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറും ഹസ്ബലയും ഹൗഖലയും ഒക്കെ ചൊല്ലുന്ന നമ്മൾ അള്ളാഹുവിനെ വിട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേറൊരാളോട് നമ്മൾ പോവോ? നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ രോഗങ്ങൾ മാറാൻ, നമ്മുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഏതെങ്കിലും അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാബ ബീവിമാരോടോ നമ്മൾ പോവോ? ഏതെങ്കിലും ഉസ്താക്കന്മാരോട് ചോദിച്ചറിയാൻ പോവോ? ഇല്ല, അല്ലെ? അപ്പൊ അത്രയ്ക്ക് നമ്മുടെ തൗഹീദ് ഉറപ്പിക്കണം, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ തൗഹീദ്, കലിമത്ത് തൗഹീദ് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ സൂറയിലൂടെയും നമ്മൾ അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെട്ട് പഠിച്ചു പോകുന്നു, അല്ലെ? അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ മഹത്വത്തെ എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഉറപ്പിക്കലും അള്ളാഹുമായിട്ടുള്ള ബന്ധം, കണക്ഷൻ ക്ലിയർ ആക്കലാണല്ലോ. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ ഉണ്ടോ? ഓരോ ചരിത്രത്തിന്റെ ഓരോ വശങ്ങളും, ഓരോ ഭാഗങ്ങളും, ഓരോ പിൻ പോയിന്റും നമ്മുടെ ജീവിതത്തിലേക്കുള്ള പോയിന്റുകളാണ്. എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ എങ്ങനെ നേരിടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ സൂറ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ വേറൊരു പോയിന്റ് പഠിപ്പിക്കണം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് ആദ്യം അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് എല്ലാം നമ്മൾ ചോദിക്കുക, അല്ലെ? ആദ്യം ഹംദ്, സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തും കൂടെ അതിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ. സ്വലാത്തും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിക്കുക എന്നൊരു പാഠം കൂടെ ഇതിലൂടെ
പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ ഈ പാഠം എന്താണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അവിടുത്തെ സമുദായത്തിന് വേണ്ടിയിട്ട്, പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ആയത്തുകളുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരണം നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് പാപമോചനം, ദിവസം പാപമോചനം തേടണമെന്ന്. ഏറ്റവും നല്ല ഹൃദയത്തിനുടമയാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പോലും ദിവസം 70-ൽ പരം 100 തവണ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും അല്ലെ. അത്രയ്ക്ക് പാപമോചനം തേടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നാൽ പോലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും വന്നു പോയേക്കാമോ, അബദ്ധവശാൽ വന്നേക്കാമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ തേടും. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മൾ എത്രമാത്രം നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കണം അല്ലെ. നമ്മൾ സ്വയം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മുടെ മറ്റുള്ളവരുടെ കുറവുകളല്ല, നമ്മുടെ കുറവുകൾ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ നെഞ്ചിലേക്ക് തന്നെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് പശ്ചാത്താപം തേടിക്കൊണ്ട് അല്ലെ ആ റമളാനിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമുക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഗിഫ്റ്റാണ് റമളാൻ അല്ലെ. ഖുർആൻ അവതരിച്ച ആ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഹൃദയങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട്, തൗബയ്ക്ക് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മേലിൽ ചെയ്തു പോയ യാതൊരു തെറ്റുകളും ഇനി മേലിൽ ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് അല്ലെ തേടിക്കൊണ്ട് ശപഥം എടുത്തുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും കഴുകിക്കൊണ്ട് തന്നെ നമ്മള് റമളാനിലേക്ക് പ്രവേശിക്കണം അല്ലെ. അപ്പൊ അതിനൊരു അവസരം കൂടെയാണ് ഈ സൂറ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആദ്യം ഈ ആയത്ത് ഒന്ന് പറയാമോ? എന്നിട്ട് വേണം ഗ്രാമറിലേക്ക് പോവാൻ. മ്യൂട്ട് മാറ്റി പറയാൻ കഴിയോ? എല്ലാരും മ്യൂട്ടാണോ? പറയാൻ പറ്റുന്നില്ല അല്ലെ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇതാ ജാ എന്ന് വെച്ചാൽ വന്നു. കണ്ടോ, ജാ എന്ന് കണ്ട ഒരു വെർബാണ്, അതൊരു ക്രിയയാണ് കേട്ടോ. വന്നു. നമ്മൾ അത് ക്രിയയിലേക്ക് ഇനി പോകും ഇൻഷാ അല്ലാഹ്. ഇതാ ജാ വന്നാൽ. നമ്മൾ ഇത് കേട്ടിട്ടുണ്ടല്ലേ, ഇത് ഖാല മൂസ എന്ന് പറയുമ്പം മൂസാ നബി പറഞ്ഞു അല്ലെ, സന്ദർഭം. ഇത് ഇതാന്ന് പറഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞു. ഇത് വന്നാൽ, ആയാൽ, വരുന്ന സന്ദർഭത്തെ പറ്റി പറയുകയാണ്. ഇദാ ജാ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായവും വിജയവും. ഫത്ഹ് കണ്ടോ, വിജയം, ഫത്ഹ്. ഓക്കെ, അള്ളാഹുവിന്റെ സഹായവും വിജയം. ഇവിടെ അൽ ഫത്ഹ് എന്നാ പറഞ്ഞത് അല്ലെ, വൽ ഫത്ഹ്. അപ്പൊ ആ വിജയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ വിജയം? അത് മക്കം ഫത്ഹാകുന്ന വിജയമാകുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. മക്കം ഫത്ഹ് നടന്ന് ഹിജ്റ 8-ാം വർഷമാണ് കേട്ടോ. ഓക്കെ, അപ്പോ തുടർന്ന് അള്ളാഹു എന്താ പറയുന്നത്? അപ്പൊ കണ്ടു, നീ കാണുകയും ചെയ്താൽ. കണ്ടു, നീ കണ്ടു, നീ കാണുകയും ചെയ്താൽ അല്ലെ. എന്താണ്? അന്നാസ, ജനങ്ങളെ, യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നവരായി, ഫീ ദീനില്ലാഹി, അള്ളാഹുവിന്റെ ദീനിൽ. എങ്ങനെ? അഫ്വാജ, അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി ജനങ്ങൾ പ്രവേശിക്കുന്നവരായി നീ കാണുകയും ചെയ്താൽ എന്ത് ചെയ്യണം? ഫസബ്ബിഹ്, അപ്പോൾ നീ വാഴ്ത്തു, ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ, രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട്. എങ്ങനെ? വസ്തഗ്ഫിറു, അവനോട് നീ പാപമോചനം തേടുകയും ചെയ്യൂ. കാരണം എന്താ? എന്തുകൊണ്ടാ തേടാൻ പറഞ്ഞത്? അങ്ങനെ അല്ലാഹു ഇന്നഹു, നിശ്ചയം അവൻ, കാന തവ്വാബ, കണ്ടോ, കാന തവ്വാബ, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഈ സൂറ എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാരും കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതാ മാറ്റാം. ഒരു സഹോദരി മെസ്സേജ് ചെയ്തിരുന്നു, മ്യൂട്ട് എടുത്തു വിട്ടിട്ടുണ്ട്. ഇപ്പൊ റെക്കോർഡിംഗ് ആണ് ഓരോരുത്തരായി. റഷീദ അല്ലേ? റഷീദ മാം ഒന്ന് അത് നിയന്ത്രിക്കും കേട്ടോ. നിങ്ങളൊന്ന് എല്ലാവരെയും, മെയിൻ ലീഡേഴ്സ് ഉണ്ട്, അവർക്കൊക്കെയും അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ താല്പര്യം ഒന്ന് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ല, ഇപ്പൊ പൊതുവെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. ഒരു ചെറിയ അഭ്യർത്ഥന, ഓരോരുത്തരായിട്ട് സംസാരിക്കാം പ്ലീസ്. അതെ, റഷീദ കമ്പനി ചെയ്യും കേട്ടോ.
റഷിദ മാം കൺട്രോൾ ചെയ്യൂ കേട്ടോ അതെ. ഓ ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും കേട്ടോ. നിങ്ങളെ ശബ്ദം കേൾക്കാതെ ആകെ ഞാൻ വിഷമിച്ചായിരുന്നത്. എല്ലാവർക്കും പാഠം ക്ലിയർ ആണോ? നിങ്ങൾ പറയുന്നത് മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതി. ബാക്കി എല്ലാം ക്ലിയർ ആണ്. ആ ക്ലിയർ ആണോ? ആദ്യം ഫസ്റ്റ് ഒരാള് ഇതാ ക്ലിയർ ആണ്. പറയാൻ പറ്റാത്തതിനെ കൊണ്ട് അതുവരെ പറയാതിരുന്നത്. ഓക്കെ ഓക്കെ ആ ശരി ഇപ്പൊ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കണേ. എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്ന ആൾ മാത്രം മ്യൂട്ട് മാറ്റി പറയുക. ബാക്കി എല്ലാരും ക്ലോസ് ആക്കുക. ഓക്കെ എല്ലാരും റെഡിയാണോ? ഒന്ന് സഹകരിച്ചാല് നന്നായിട്ട് പഠിക്കാം, മനസ്സിലാക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. ഓക്കെ എനിക്കിപ്പോഴാ ഊർജ്ജം നിങ്ങൾക്ക് ശബ്ദം കേട്ടപ്പോഴാ എനിക്കൊന്ന് ഇതായത്. അൽഹംദുലില്ലാ. ഓക്കെ കാരണം എന്തെന്നോ ഇത് നെറ്റ് കട്ടായി പോകുന്നു അറിയാൻ പറ്റത്തില്ല. ഓക്കെ ജസാക്കുമുല്ലാഹു ഖൈറ ബാറക്കല്ലാഹു ഫീക്. പറഞ്ഞോളേ. അല്ലാഹുവിന്റെ സഹായം വന്നാൽ ജാഹയുടെ അർത്ഥം എന്താ? വന്നു. എല്ലാരും ശ്രദ്ധിച്ചേ. ജാഅ വന്നു. ഇദാ ജാഅ വന്നാൽ. അപ്പൊ ഇതാ ഇതുപോലെ ഏത് ആയത്തിൽ നിങ്ങൾ കാണുമ്പോ ഈ ആയാൽ എന്നൊരു കണക്ഷൻ ആണ് വരിക കേട്ടോ. അപ്പൊ ഇദാ ജാഅ വന്നാൽ വെറും ജാ ആണെങ്കിൽ വന്നു. ഓക്കെ ക്ലിയർ. ഇദാ ജാഅ വന്നാൽ എന്ത് വന്നാൽ? നസ്റുല്ലാഹി അല്ലാഹുവിന്റെ സഹായം. നസ്റുല്ലാഹി അല്ലാഹുവിന്റെ സഹായം. ഓക്കെ അല്ലാഹുവിന്റെ സഹായം. ഓക്കെ ഫതഹ് വിജയവും. വൽ ഫത്ഹ് സുക്കൂനാണ്. വൽ ഫത്ഹ് വൽ ഫത്ഹ്. ഓക്കെ നമ്മൾ സാധാരണ ഒന്ന് വൽ ഫതഹ് എന്നങ്ങ് പറയും, അങ്ങനെയല്ല വൽ ഫത്ഹ്. ഓക്കെ ഫത്ഹ്. ഓക്കെ അപ്പൊ അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ വേറൊരാളെ വീതം പറയട്ടെ. അപ്പൊ എല്ലാവർക്കും പറയാൻ സ്ഥലം കിട്ടും. അടുത്തൊരാളൂടെ പറഞ്ഞു. വന്നു. ഇതാ ജാ വന്നാൽ നസ്ര സഹായം. നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം വന്നാൽ വൽ ഫതഹ് വിജയം. മാഷാ അല്ലാഹ്. ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 215. 200. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആൾ ഒരാളൂടെ പറഞ്ഞു. ഇതാ ജാ. ഞാൻ പറയാം. ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കണേ. വന്നു. വന്നാൽ നസ്റുല്ലാഹി അല്ലാഹുവിന്റെ സഹായം. അല്ലാഹുവിന്റെ വിജയവും. മാഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയില്ലേ? ഓക്കെ നെക്സ്റ്റ് പോവാമോ? അടുത്ത ആയത്തിലേക്ക് പോവാം. അപ്പൊ നസ്ർ സഹായം, ഫത്ഹ് വിജയം. ഓക്കെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. അപ്പൊ എപ്പോഴാ സഹായം നോക്കിയേ? വിജയം എപ്പോഴാ? വറഅയ്തന്നാസ. പറഞ്ഞേ. അടുത്തൊരാൾ പറയാത്ത ഒരാൾ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞവരാരും പറയരുത്. അടുത്തൊരാള് വറഅയ്തന്നാസ ജനങ്ങളെ ഇങ്ങനെ പ്രവേശിക്കുന്നവരായി. എവിടെ എവിടെ പ്രവേശിക്കുന്നവരായി? അവന്റെ മതത്തിലല്ലേ? അള്ളാഹുവിന്റെ മതത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ എങ്ങനെ കൂട്ടമായി. അപ്പൊ കൂട്ടം, വാജൻ ബഹുവചനാണ്. കൂട്ടം കൂട്ടമായി. ഒന്നുകൂടെ അടുത്തൊരാൾ പറഞ്ഞേ. നീ കാണുകയും ചെയ്താൽ അന്നാസ് ജനങ്ങളെ യദ്ഖുലൂന പ്രവേശിക്കുന്നവരായി ഫീ ദീനില്ലാഹി അല്ലാഹുവിന്റെ ദീനിൽ അഫ്വാജ കൂട്ടമായി. മാഷാ അല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ മതത്തിൽ ജനങ്ങളെ നീ പ്രവേശിക്കുന്നവരായി കാണുകയും ചെയ്താൽ. ഇനി ഒരാളൂടെ പറഞ്ഞേ. അപ്പൊ തറവാ എല്ലാവർക്കും.
ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? പ്രവേശിക്കുന്നവരായി കൂട്ടം കൂട്ടമായി. കൂട്ടം കൂട്ടമായി. മാഷാഅല്ലാഹ്. അപ്പൊ റഅ എന്നുള്ള വേർഡാണ് കണ്ടു. റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു. വറഅയ്ത എന്ന് പറയുമ്പോ നീ കാണുകയും ചെയ്താൽ എന്നാണ് അവിടെ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? വറഅയ്ത അന്നാസ, കണ്ടോ? അന്നാസ ജനങ്ങളെ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നവരായി, അവർ പ്രവേശിക്കുന്നു കേട്ടോ. യദ്ഖുലൂന കണക്ട് ചെയ്ത് വരുമ്പോ പ്രവേശിക്കുന്നവരായി എവിടെ? ഫീ ദീനില്ലാഹി. അപ്പൊ എങ്ങനെ? അള്ളാഹുവിന്റെ ദീനിൽ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? അൽഹംദുലില്ലാഹ് ക്ലിയർ ആയി. മാഷാഅല്ലാഹ്. എങ്ങനെ? അഫ്വാജ കൂട്ടം കൂട്ടമായി. ഇനി ഒരാളൂടെ പറഞ്ഞു എന്നിട്ട് അടുത്ത ആയത്തിൽ പോവാം. ഒരാളൂടെ പറഞ്ഞേ. നീ കാണുകയും ചെയ്താൽ അന്നാസ് ജനങ്ങളെ യദ്ഖുലൂന പ്രവേശിക്കുന്നവരായി അള്ളാഹുവിന്റെ ദീനിൽ അഫ്വാജ കൂട്ടം കൂട്ടമായി. അള്ളാഹുവിന്റെ ദീനിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നവരായി ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ജസാക്കുമുല്ലാഹു ഖൈറൻ ജമീഅ. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഫൗജിന്റെ ബഹുവചനം എന്താണ്? കേട്ടോ, ഫൗജുൻ അഫ്വാജുൻ. ഓക്കെ, ഫൗജുൻ കൂട്ടൻ, അഫ്വാജുൻ കൂട്ടങ്ങൾ. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? അങ്ങനെ ഒരു സന്തോഷവും വിജയവും ഒക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അപ്പോൾ, അതിനാൽ, അങ്ങനെ. കണ്ടോ, പല പല അർത്ഥമുണ്ട് ഫായ്ക്ക്. അതിനാൽ, അപ്പോൾ, അങ്ങനെ. ഫസബ്ബിഹ് നീ വാഴ്ത്തു. ഒരാൾ പറഞ്ഞ അർത്ഥം, പറയാത്ത ഒരാൾ പറഞ്ഞ, ഇതുവരെ പറയാത്ത ഒരാള്. സ്തുതിച്ചുകൊണ്ട് നിന്റെ രക്ഷിതാവിനെ അവനോട് നീ പാപമോചനം നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യൂ. നമ്മളെ നമസ്കാരം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാ ഉടനെ ഇസ്തിഗ്ഫാർ പറയുന്നത്? ഒന്ന് പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയാൻ പറഞ്ഞത്? അതെ, നമ്മളില് കുറെ വീഴ്ചകളുണ്ടാവും അല്ലെ? നമസ്കാരത്തിൽ തന്നെ ഒത്തിരി വീഴ്ചകളും ഇതെല്ലാം പുറത്തിറങ്ങി. ഓക്കെ, ഒരാളൂടെ പറഞ്ഞേ. അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? സബ്ബിഹ് എന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? ഓക്കെ, അടുത്ത ഹംദ് ചെയ്യുക എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം? തഹ്മീദ് ചെയ്യുക. അൽഹംദുലില്ലാ അല്ലെ? ഒന്ന് മ്യൂട്ട് ആക്കണേ, കാരണം എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ തക്ബീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തഹ്ലീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറയലാണ്. ഓക്കെ, ഹസ്ബല പറയാന്ന് പറഞ്ഞ എന്താണ്? ഹസ്ബി അല്ലാഹ് അല്ലെ? ഹസ്ബി അല്ലാഹ് നമ്മൾ പറയലാണ്. അതുപോലെ ഇല്ലാ ബില്ലാഹ്. മ്യൂട്ട് ആക്കണേ, എന്തോ ശബ്ദം എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കാനാണ്, വാഴ്ത്താനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോ നമ്മുടെ ഇടയിൽ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? സ്തുതിക്കുന്നത് എങ്ങനെയാ? അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് ചിലര് ഹൂ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ചിലര് മൗലൂദുകൾ ഓതിയിട്ട് അതിനിടയിൽ കൂടി അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധജടിലമായ പല കാര്യങ്ങളിലും നമ്മുടെ ഇടയിൽ ജനങ്ങൾ അറിവില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? അറിയുന്ന നമ്മൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ടീച്ചർ ഒരു കാര്യം, ഞാൻ പുറത്താണേ, അപ്പോ ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പൊ മ്യൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരാ കൺട്രോൾ ചെയ്യുക? അതന്നെ, അവിടെ നിങ്ങളുടെ പഠിതാക്കളൊന്നും നിയന്ത്രിച്ചോളാം.
ഞങ്ങൾ നിയന്ത്രിച്ചോളാം. ഇടയ്ക്ക് നല്ല കുട്ടിയാണ്. അള്ളാഹു ഷബാന ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇല്ല റഷീദ, അത് ഇവര് കൺട്രോൾ ചെയ്തോളാൻ പറഞ്ഞില്ല. എല്ലാരും ഒരുമിച്ച് മറുപടി പറയണ്ട, ഓരോരുത്തരായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് എല്ലാരും സ്വയം മ്യൂട്ടാക്കിയാൽ മതി. നമ്മളെല്ലാരും പറയുന്നവര് മാത്രം മൈക്ക് ഓൺ ആക്കുക. അല്ലാത്തവരൊക്കെ മൈക്ക് ഓഫ് ചെയ്തോളൂ. അതെ, അതെല്ലാവരും സ്വയം കൺട്രോൾ ചെയ്താല് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ മാം ലാസ്റ്റില് പറഞ്ഞ മനസ്സിലായില്ല. എല്ലാരും കൂടെ ആയിട്ടേ ലാസ്റ്റില് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ തസ്ബീ ചെല്ലും, തസ്ബീ എന്ന് പറയുമ്പോ എന്താ ചെല്ലുക, അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ലാസ്റ്റില് പറഞ്ഞില്ലേ, അപ്പൊ അതെല്ലാരും കൂടി കൂടെ പറഞ്ഞപ്പോ അത് മനസ്സിലായില്ല. ടീച്ചർ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി ടീച്ചർ മോളെ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, എന്താണെന്ന് വെച്ചാല് തസ്ബീഹ് എന്ന് അള്ളാഹു പറഞ്ഞത് എന്താണ്? സുബ്ഹാൻ അല്ലാഹ്. അതായത് നമുക്ക് ഓരോ ദിക്റുകൾ ചൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അല്ലെ? നമുക്ക് തോന്നും പോലെ ഓരോന്നും ചെല്ലാനല്ല പഠിപ്പിച്ചത്. ദീനില് എല്ലാ കാര്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. അതാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ തസ്ബീഹ് ചെയ്യണം? സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിരിക്കുന്നു. അള്ളാഹു പരിശുദ്ധനാണ്, ഏറെ പരിശുദ്ധനാണ്. അള്ളാഹു എത്ര പരിശുദ്ധ, നമ്മളങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് എന്തെങ്കിലും വാക്കുകൊണ്ടല്ല, സുബ്ഹാൻ അല്ലാഹ് എന്നുള്ള വാക്ക്. അതുപോലെ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എന്താണ് ഹംദ് ചെയ്യല്, അള്ളാഹുവിന്റെ പരിപൂർണതയെ, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്ന് നമ്മൾ പറയുന്ന എന്ത് വാക്കുകൊണ്ടാണ്? അൽഹംദുലില്ലാഹ്. അതിലെ തക്ബീർ, അല്ലാഹു അക്ബർ, അതല്ലേ നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്നത്. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്. ഇതൊക്കെ പഠിപ്പിച്ച എന്തിനാ? ഇതാണ് അതിന്റെ രീതി. ഈ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെ? നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലെങ്കിൽ എങ്ങനെ പറയും? സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലും, അല്ലെ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക. ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഫോളോ ചെയ്യണം എന്നാണ് ഇതിലൂടെ നമുക്ക്. എന്താ അതൊന്ന് ഗ്രൂപ്പിലിട്ടണേ. സംശയം. അപ്പൊ ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ നമ്മൾക്കൊരു നല്ല സന്തോഷ വാർത്ത, ഇങ്ങനെ ദീനിയായ സന്തോഷ വാർത്ത കേൾക്കുമ്പോ അവിടെ നിന്നിട്ട് കുമ്പിട്ടിട്ട് പിന്നെ നമ്മൾ സുജൂദിൽ പോയിട്ട് ഇങ്ങനെ സലാം വീട്ടുന്നത്, അതും ഒരു അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ അൽഹംദുലില്ലാഹ് നല്ല ഒരു കാര്യമാണ് അത്. അൽഹംദുലില്ലാഹ്, അതായത് എന്ത് നന്മ കിട്ടിയാലും നമ്മൾ സുജൂദിൽ വീഴുന്ന ഒരു എന്നുവെച്ചാൽ ആ നിൽക്കുന്ന നിപ്പില് നമുക്ക് അപ്പോഴും ഒളു വേണമെന്നോ അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം വേണമെന്നോ ഒന്നും വേണ്ട. നമ്മൾ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് നേരെ അങ്ങ് സുജൂദിൽ പോകും. സുജൂദിപ്പെട്ട് പിന്നെ സലാമല്ല, നേരെ സുജൂദിപ്പെട്ട് നമുക്ക് പ്രാർത്ഥന പറയാം. സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെങ്കിൽ സജദ വജ്ഹിൽ ലദീ ഖലഖഹു. അങ്ങനെ അള്ളാഹുവിനെ എന്തൊക്കെ സ്തുതിക്കാൻ പറ്റുമോ ആ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുക. അത് നമ്മുടെ നന്ദിയുടെ ഏറ്റവും പ്രകടമായ സുബ്ഹാനല്ലാഹ് നല്ലൊരു മെത്തേഡാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. നന്ദിയുടെ ശുക്രന്റെ സുജൂദാണ് അത്. മനസ്സിലായോ? നന്ദിയുടെ ആ പ്രാർത്ഥന പറയാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. നമുക്കിപ്പോ ഈ വിഷയത്തിലോട്ട് പോയാൽ നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകാം. ആരും സംശയം ചോദിക്കുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചോദിക്കാവേ. അപ്പൊ എല്ലാരും മ്യൂട്ടാക്കിക്കോളൂ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോയി. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു ഏറെ പാപം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഓക്കെ, ക്ലിയർ ആയി. ഇനി നമ്മൾ അടുത്ത ഗ്രാമറിലേക്ക് പോകാൻ ടൈം ഒത്തിരി ആയി കേട്ടോ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് സംശയത്തിന്റെ ഒക്കെ ഒരു ഇത് തന്നെ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമർ എന്തൊക്കെയാ പഠിച്ചത്? എല്ലാരും ഒന്ന് ഇതിനു വേണ്ടി റെഡി ആയിട്ട് വന്നേ. ആദ്യം നമ്മൾ പഠിച്ചത് പദങ്ങളെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാ? നാമം, ക്രിയ. ഓക്കെ, അപ്പൊ നാമത്തിന് പകരമുള്ള സർവനാമങ്ങളാണ് ഹുവാഹും അൻതും അനാനഹും. ഓക്കെ, അതിനെ നമ്മൾ ഇസ്മിനോട് നൗണിനോട് ആഡ് ചെയ്ത് പറഞ്ഞു. റബ്ബിനോട് ചേർത്ത് റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന റബ്ബുഹ പറഞ്ഞു. എന്നിട്ട് എന്ത് പഠിച്ചു നമ്മള്? മുസ്ലിമുൻ മുസ്ലിമത്തുൻ, അല്ലെങ്കിൽ മുസ്ലിമുൻ മുസ്ലിമൂന,
പുല്ലിംഗ ഏകവചനം പുല്ലിംഗ ബഹുവചനം പഠിച്ചു. മുസ്ലിമാത്തുൻ അല്ലെ, ബഹുവചനം സ്ത്രീലിംഗ ഏകവചനം ബഹുവചനം പഠിച്ചു. ശേഷം അവ്യയങ്ങളോടുകൂടി ലീ, മിൻ, അൻ, മഅ, ബി, ഫി, അല, ഇല ഇവയോടൊപ്പം ഹുവ, ഹും, അൻത, അൻതും, അനാ, നഹ്നു ആഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു അല്ലെ. ലഹു, ലഹും, ലക, ലക്കും, ലീ, ലന, ലഹ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, മാഷാഅല്ലാ. എന്നിട്ട് നമ്മൾ പഠിച്ചു ഇൻ, ഇന്ന, ഇന്നമ, ഇൻ, ഇൻഷാ അല്ലാ, എങ്കിൽ, അള്ളാഹ് ഉദ്ദേശിച്ചു എങ്കിൽ എന്ന് നമ്മൾ പഠിച്ചു. ഇന്നിന്റെ അർത്ഥം ഇന്ന പഠിച്ചു, നിശ്ചയമായും. അതിന്റെ കൂടെ ഇന്നഹു, ഇന്നഹും, ഇന്നക്ക, ഇന്നക്കും, ഇന്നി, ഇന്നാ, ഇന്നഹ അല്ലെ പഠിച്ചു. ഇന്നമാ പഠിച്ചു. നെക്സ്റ്റ് എന്താണ്? മാത്രം. എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയമായ ഒരു ഉദാഹരണം പഠിച്ചു അല്ലെ. പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അനുസരിച്ച് മാത്രമാണ് അല്ലെ. നിയത്ത് നോക്കിയിട്ടാണ് അള്ളാഹു മാത്രമാണ് എന്നുള്ള ആ വേർഡ് ഇന്നമാണെന്ന് പഠിച്ചു. പിന്നെ ഇടയിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു. മിൻ അല്ല മൻ. മൻ എന്താണ്? ആര്. മൻ ആരാണോ അവൻ എന്ന് പഠിച്ചു അല്ലെ. പിന്നെ പഠിച്ചു മായുടെ 3 അർത്ഥങ്ങൾ. മാ ഇല്ല, അല്ല, മാ എന്ത്, പിന്നെ മാ പഠിച്ചു എന്താണോ അത്, മിൻ ശർരി മാ ഖലഖ്. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന പുതിയ സ്റ്റെപ്പാണ്. എല്ലാവരും മുറുകെ പിടിക്കുക. അടുത്തൊരു വലിയ സ്റ്റെപ്പിലാണ് കയറാൻ പോകുന്നത്. വെർബിലേക്കാണ്, ക്രിയയിലേക്കാണ്. നമ്മൾ പറഞ്ഞു അറബിക് പദങ്ങളെ 3 ആക്കി. നാമം, അവ്യയം, ക്രിയ. നാമം പഠിച്ചു, അവയവം പഠിച്ചു കഴിഞ്ഞു, മാറ്റി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്രിയയിലേക്കാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മള് അവ്യയം കഴിഞ്ഞ് ഇനി അടുത്ത് ക്രിയ. ക്രിയ എന്താണ്? കാലവുമായി ബന്ധപ്പെട്ടത്. നമ്മളിപ്പോ പറഞ്ഞു. ഇപ്പൊ എല്ലാരും മ്യൂട്ടാക്കണേ, ആരും സംസാരിക്കും. ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ പറയും. നമ്മളിപ്പോ ഒരു ക്രിയ, ഇപ്പൊ ഞാൻ പറയണേ, ഞാൻ നടന്നു, ഇരുന്നു, പോയി, വന്നു, തിന്നു, കുടിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്രിയകൾ, ചെയ്ത കാര്യങ്ങൾ അല്ലെ, പ്രവൃത്തികളാണ്. അപ്പൊ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാലവുമായി, ഇപ്പൊ നടന്നു എന്ന് പറയുമ്പോ നടന്നു പോയി കഴിഞ്ഞല്ലേ, ചെയ്തു കഴിഞ്ഞു. നടന്നു പോകുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ, അടുത്തൊരു കാലമാണ്. നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ വരും എന്നൊക്കെ പറയുന്നത് വരാൻ പോകുന്നത്. അപ്പൊ നടന്നു എന്നുള്ളത് ഫസ്റ്റ് എടുക്കാം. കഴിഞ്ഞ ഒരു കാര്യത്തെ പറഞ്ഞു. ഉദാഹരണം, തുറന്നു എന്നുള്ള വേർഡ്, ഫതഹ എന്നുള്ള വേർഡ് എല്ലാരും നോക്കിക്കേ, ബോർഡ് നോക്കിക്കേ. ഫതഹ അതിന്റെ അർത്ഥം എന്താണ്? തുറന്നു. അപ്പൊ നമുക്കിവിടെ ഹുവാഹും, അൻതും, അൻതും, അനാ, നഹ്നു, ഹിയൊക്കെ ആഡ് ചെയ്യണ്ടേ? ഈ വെർബിൽ നമ്മൾ മറ്റേ നാമത്തിലോട് ചേർത്തു. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുനൊക്കെ നമ്മൾ പറഞ്ഞു. അവയവത്തോടെ ചേർത്ത് പറഞ്ഞു. അവയവങ്ങളോടൊപ്പവും നമ്മൾ ചേർത്ത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെർബിലേക്കാണ്, ക്രിയയിലേക്കാണ് കേട്ടോ. അപ്പൊ ക്രിയ ഫതഹാണ്. എല്ലാവരും കാലെടുത്ത് വെക്കുന്ന ഈ സ്റ്റെപ്പ് മുറുകെ പിടിച്ച് ഉറപ്പിച്ച് വെക്കണം. ഓക്കെ, റെഡി? പോകാം എല്ലാരും. ക്രിയ ഫതഹാണ്, തുറന്നു. അതില് നമുക്ക് ഹുവയെ ചേർക്കണം അല്ലെ. എങ്ങനെ ചേർക്കാൻ പറ്റും? ആ ഫതഹ എന്നുള്ള ആ വേർഡിൽ തന്നെ, ആ ക്രിയയിൽ തന്നെ ഹുവ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫതഹയിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റൂല. ഇതാണ് അറബിന്റെ ഒരു പ്രത്യേകത, അറബ് വേർഡിന്റെ പ്രത്യേകത, വാക്കിന്റെ പ്രത്യേകത. ഫതഹ എന്ന് പറഞ്ഞാല് അവൻ തുറന്നു. എല്ലാവരും കൈ ചൂണ്ടിക്കുക, വലതുവശത്തേക്ക് ഒരു വിരൽ ചൂണ്ടി. ഫതഹ അവൻ തുറന്നു. എല്ലാരും പറഞ്ഞേ, വലതുവശത്തേക്ക് കൈ ചൂണ്ടി. ഫതഹ അവൻ തുറന്നു. ഓക്കെ, ഫതഹ അവൻ തുറന്നു. ഇനി നമുക്ക് ഹും അതിൽ വെക്കണ്ടേ? അവർ തുറന്നു എന്ന് പറയണ്ടേ? ഹും, ഹും അവിടെ ഫതഹു. ആ ഹൂന്റെ എല്ലാവരും മ്യൂട്ട് ആക്കണം, എല്ലാവരും മ്യൂട്ട് ആക്കണം. ടീച്ചർ മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി. ഞാൻ പറയുമ്പോ അൺമ്യൂട്ട് ആക്കുക. ഇപ്പൊ എല്ലാരും മ്യൂട്ട് ആക്കിയേ. നിങ്ങൾ എല്ലാരും ഞാൻ പറയുന്ന കേട്ട് അവരവർ സ്വയം പറഞ്ഞോളുക. ഞാൻ പറയുമ്പോ മ്യൂട്ടാക്കി പറയുക. ഓക്കെ, അപ്പൊ ഫതഹ അവൻ തുറന്നു, ഫതഹു 4 പേരെ ചൂണ്ടിട്ട് അവർ തുറന്നു. ക്ലിയർ ആണോ? എല്ലാരും പറഞ്ഞു. ഹുവ അവൻ തുറന്നു, അല്ല ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. ഒന്നുകൂടെ, ഹുവ ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. ഓക്കെ, ഒരാൾ പറഞ്ഞേ, ഫതഹ
ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. ഇനി അടുത്തൊരാൾ പറഞ്ഞ മ്യൂട്ടാക്കിയിട്ട് എല്ലാരും മ്യൂട്ടാക്കി. ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. ഇനി ഒരാളൂടെ പറഞ്ഞേ. അവൻ തുറന്നു, നെക്സ്റ്റ് മ്യൂട്ട് ആക്കിക്കോളി. ഇനി അടുത്തത് നീ തുറന്നു പറയുന്നു. നമുക്കിനി നീ തുറന്നു എല്ലാരും അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. ഓക്കെ, ഇനി എല്ലാരും മ്യൂട്ട് ആക്കണേ. നെക്സ്റ്റ് ഇനി നീ തുറന്നു നമുക്ക് പറയണം. ഫതഹ്ത, എല്ലാരും ബോർഡ് നോക്കിയേ. ഫതഹ്ത, ഹായ്ക്ക് സുക്കൂനാണ്. ഫതഹ്ത, നീ തുറന്നു. അപ്പൊ ബോർഡ് കാണുന്നില്ലല്ലോ ടീച്ചറെ, ബോർഡ് കാണുന്നില്ല. കാണുന്നുണ്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് മേലെ ആക്കാം. ഓക്കെ, എല്ലാരും മ്യൂട്ടാക്കിയേ. ഫതഹ്ത, ആ അന്തയുടെ നീയെ നമ്മള് അതിന്റെ എൻഡിൽ വെച്ചു കൊടുത്തു. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്ത, ഒരു വിരല് മുമ്പിലേക്ക് ചൂണ്ടി എല്ലാരും പറഞ്ഞേ. ഫതഹ്ത, നീ തുറന്നു. ക്ലിയർ ആണോ? ഫതഹ്ത, നീ തുറന്നു. അടുത്ത ഫതഹ്തും, നിങ്ങൾ തുറന്നു. അപ്പൊ അന്തുമിന്റെ തും അവിടെ വെച്ചു കൊടുത്തു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഒന്നുകൂടെ. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഒന്നുകൂടെ പറയാണ്. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഒന്നേന്ന് വരാം. ഫതഹ, അവൻ തുറന്നു. ഫതഹു, അവർ തുറന്നു. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഇനി ഈ ഒരാളൂടെ പറഞ്ഞ ഫതഹ. ഫതഹു, ഫതഹ, അവൻ തുറന്നു. ഫതഹു, അവർ തുറന്നു. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഫതഹ്തു, ഞാൻ തുറന്നു. ഫതഹ്ന, ഞങ്ങൾ തുറന്നു. മാഷാഅല്ലാഹ്. മലയാളം മാറ്റി അറബി മാത്രം ഒന്ന് പറയൂ. ഫതഹ, 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 ഫതഹു. ഫതഹ്ത, ഫതഹ്തും. ഫതഹ്തു, ഫതഹ്ന. നിങ്ങൾ ഈ ടിപിയോട് കൂടി തന്നെ പറയണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഇതുപോലുള്ള അടുത്ത വാക്കാണ് ഫഅല. ഫഅല, ഫഅലു. ഫഅൽത, ഫഅൽതും. ഫഅൽതു, ഫഅൽന. പ്രവർത്തിച്ചു എന്നുള്ള വേർഡാണ്. ഫഅലയുടെ അർത്ഥം പ്രവർത്തിച്ചു. ഫഅല, അവൻ പ്രവർത്തിച്ചു. ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. വിത്ത് ടിപി ആണ്. കൈ കാണിച്ച് പറയും. ഫതഹു അവർ തുറന്നു. ഫതഹ്ത, നീ തുറന്നു. ഫതഹ്തും, നിങ്ങൾ തുറന്നു. ഫതഹ്തു, ഞാൻ തുറന്നു. ഫതഹ്ന, നാം തുറന്നു അല്ലെങ്കിൽ ഞങ്ങൾ തുറന്നു. ക്ലിയർ ആണോ? ഒന്നും കൂടെ മലയാളം മാത്രം പറഞ്ഞേ. ഫതഹ, ഫതഹു. ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തും, ഫതഹ്തു, ഫതഹ്ന. ഇനി ഒരാൾ പറഞ്ഞേ. പറയാത്ത ഒരാൾ പറയും. ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തും, ഫതഹ്തു, ഫതഹ്ന. സ്പീഡിൽ പറഞ്ഞ ഒന്നും കൂടെ. ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തും, ഫതഹ്തു, ഫതഹ്ന. മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. ഇനി അടുത്തൊരാൾ പറഞ്ഞേ. ഇനി അടുത്തൊരു വേർഡ് പറഞ്ഞേ. ഫഅല, ഫഅലു, ഫഅൽത, ഫഅൽതും. ഫഅല, ഫഅലു, ഫഅൽത, ഫഅൽതും. ഫഅൽതു, ഫഅൽന. കാണുന്നുണ്ടോ എല്ലാരും? ഫഅലയുടെ അർത്ഥം എന്താണ്? പ്രവർത്തിച്ചു അല്ലെ? ഫഅല, അവൻ പ്രവർത്തിച്ചു. ഫഅലു, അവർ പ്രവർത്തിച്ചു. ഫഅൽത, നീ പ്രവർത്തിച്ചു. ഫഅൽതും, നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതും, ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന, നമ്മൾ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നാം പ്രവർത്തിച്ചു. ഞങ്ങൾ അല്ലെങ്കിൽ നാം. ഓക്കെ, അള്ളാഹു പറയുമ്പോ നാം എന്നേ പറഞ്ഞോളേ. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാരും പോയോ? ഓക്കെ. അങ്ങനെ ജഅല, ഇതുപോലെ ജഅല, അവൻ ആക്കി. ഒന്ന് പറഞ്ഞേ ശബാന. ഏതാ ജഅല? അപ്പൊ ഇത് നമ്മള് ഇൻഷാ അല്ലാഹ് വഴിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറവാകും കേട്ടോ. ഇതേപോലെ വരുന്ന വാക്കുകളാണ്. ഓക്കെ. ഫതഹ, ജഅല, നഫഅ, ബഅസ, ലഅന, മനഅ, റഫഅ, ജമഅ. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.
അപ്പൊ നമുക്ക് ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇൻഷാ അല്ലാഹ് നമ്മള് വലിയൊരു സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. മുറുകെ പിടിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ദുആ ചെയ്യുക, അള്ളാഹുവിനോട് നന്നായി മനസ്സിലാക്കാൻ, ഹൃദയത്തെ വിശാലത തരാൻ, ഹൃദയത്തിന്റെ ഭാരം മാറ്റാൻ എല്ലാം പ്രാർത്ഥിക്കുക. അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആ